രണ്ടാം അധ്യായം 24-ാം വാക്യം അവിടെ ഇങ്ങനെ പറയുന്നു, നാം പാപസംബന്ധമായി മരിച്ചിട്ട് നീതിസംബന്ധമായി ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങളെ ശരീരത്തിൽ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ദൈവത്തിന്റെ വചനം പറയുകയാണ്, നാം പാപസംബന്ധമായി മരിച്ചിട്ട് നീതിസംബന്ധമായി ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ഇന്ന് പാപത്തിന്റെ ശക്തി മനുഷ്യനെ അടിമപ്പെടുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പാപത്തിന്റെ ശക്തി മനുഷ്യനെ തടഞ്ഞു വെച്ച് അവനിഷ്ടമുള്ളത് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മദ്യപാനികളുടെ എണ്ണം നാൾക്കുനാൾ നമ്മുടെ ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ എണ്ണം നാൾക്കുനാൾ നമ്മുടെ ലോകത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വ്യഭിചാരികളുടെയും കൊലപാതകളുടെയും എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മതത്തിന്റെ പേരിൽ രക്തച്ചൊരിച്ചിൽ നടത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യരെ നിഷ്കരണം കൈത്തർത്ത് കൊണ്ടുകൊണ്ടിരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ പിന്നിലെ പ്രവൃത്തിയുടെ ശക്തി എന്താണ്? അതിന്റെ ശക്തി അധർമ്മത്തിന്റെ ശക്തിയാണ്, അന്ധകാരത്തിന്റെ ശക്തിയാണ്, ഇരുളിന്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് മനുഷ്യനെ കൊണ്ട് ഈ വക പ്രവർത്തിപ്പിക്കുന്നത്. മദ്യപാനവും മയക്കുമരുന്ന് ഉൽപാദനവും വ്യഭിചാരവും ക്ഷുദ്രപ്രയോഗവും മന്ത്രവാദവും കൊണ്ട് ജനത്തെ വശീകരിച്ച് ഇരുളിലെ ശക്തി ജനത്തെ അടിമത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ജനം ദൈവത്തെ അറിയുന്നില്ല. ദൈവത്തെ അറിയാത്ത ജനം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ ഇന്ന് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്ന പ്രകാരമാണ്. റോമർക്കെഴുതിയ ലേഖനത്തിൽ ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കൊണ്ട് സൃഷ്ടിച്ചവനേക്കാൾ മനുഷ്യൻ സൃഷ്ടികളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. കേവലം മനുഷ്യരെ ആരാധിച്ചുകൊണ്ട്, കേവലം മനുഷ്യരെ ദൈവമായി കണ്ടുകൊണ്ട് മനുഷ്യന്റെ പിന്നാലെ ജനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷികളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു, ഇഴജന്തുക്കളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ മനുഷ്യൻ സത്യദൈവത്തെ അറിയുന്നില്ല. എന്നാൽ സത്യദൈവത്തെ അറിയേണ്ടതിന് ഇന്നും സത്യദൈവത്തിന്റെ നിത്യജീവന സുവിശേഷം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്നേഹിത സഹോദര, ഞങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ യേശു ക്രിസ്തു തന്നെയാണോ സത്യദൈവമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. യേശു ലോകചരിത്രത്തിൽ ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞ വ്യക്തിയാണെന്ന് മുന്നേ പറഞ്ഞുവല്ലോ. അടുത്തതായി യേശു അനേക രോഗികളെ സൗഖ്യമാക്കി. യേശു പത്രോസ് ഒരുവനെ വിളിച്ചു, അവന്റെ സഹോദരനായ അന്ത്രയോസിനെ വിളിച്ചു. അവർ യേശുവിനെ അനുഗമിച്ചു. മീൻപിടുത്തക്കാരായിരുന്നു പത്രോസും അന്ത്രയോസും. എന്നാൽ യേശു വിളിച്ചപ്പോൾ യേശുവിനെ അവർ അനുഗമിച്ചതിന്റെ കാരണം യേശു രോഗികളെ